നമ്മുടെ ബാർക്ക് ഗ്രാഫ്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. ഇത് കറക്റ്റ് സൈസാണ് കേട്ടോ. ഇത്തരം സൈസ് മാവുകളാണ് ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ അത്യുത്തമമായ സൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ പൈനാപ്പിൾ പ്ലഷർ. ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ കുറച്ച് തൈകൾ അപ്രോച്ച് ചെയ്തെടുക്കുകയാണ്. അപ്രോച്ച് ചെയ്യാതെ വഴിയില്ല, കാരണം സയന് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്ത് കുറച്ച് മദർ പ്ലാന്റ്സിൻ്റെ തൈകൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇത് പൈനാപ്പിൾ പ്ലഷർ ഫ്ലോറിഡ ഗാരിസില്ലിൻ്റെ വെറൈറ്റിയാണ്. ഓക്കെ, പൈനാപ്പിൾ പ്ലഷർ. ഈ കാണുന്നത് ഹുദാദാത്താണ്. ഇതിൻ്റെ ഇടയിൽ കയറി ചെയ്തതാണ് ഹുദാദാത്ത്. നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെ മാങ്ങയാണെന്ന് കരുതുന്നത്. നല്ല 25 ബ്രിക്സൊക്കെ വരുന്ന അടിപൊളി മാങ്ങയാണ് ഹുദാദാത്ത്. പക്ഷേ എണ്ണം കുറവായിരിക്കും. വലിയ മാങ്ങ ഏകദേശം 1 കിലോ ഒക്കെ വരും. ഇത് ഓറഞ്ച് എസൻസ്. നമ്മുടെ ആർട്ടുവിച്ചിൻ്റെ ഇല പോലെ ഒരു പിരിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓറഞ്ച് എസൻസ്. ഇനി അടുത്തത് കാണുന്നത് ഇവിടെ വരുന്നത് കീത്ത്. കർപ്പൂര ഫ്ലേവറൊക്കെ വരുന്ന കീത്ത് മാമ്പഴം US-ൻ്റെ നമ്മൾ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഗ്രോത്താണ്. ഒരു സമയം കഴിഞ്ഞാൽ കുറച്ച് ഗ്രോത്ത് ഒന്ന് കുറയും. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 വർഷമായി തുടങ്ങുന്നു. ഈ കാണുന്നതാണ് പിക്കറിങ്. പിക്കറിങ് എന്ന് പറയുന്നത് നല്ല ഡോർഫായിട്ട് ചട്ടിയിലൊക്കെ കായ്ക്കുന്ന നമ്മുടെ ചോക്കനാൻ കാറ്റിമോണൊക്കെ പോലെ കുഞ്ഞിലേ കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് പിക്കറിങ്. അടിപൊളി വെറൈറ്റിയാണ്. നല്ല ക്വാളിറ്റിയുള്ള മാമ്പഴമാണ്. ഏർലി ഫ്രൂട്ടിംഗ് ആണ്. ഡോർഫാണ്. ഓക്കെ, ഇതൊരു വർഷം കറക്റ്റായി. നോക്കാം അടുത്ത വർഷം നമുക്കിവിടെ കായ്ക്കുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ അപ്ഡേറ്റ്സ്. ഇതിനിടയിൽ നമ്മുടെ മൽഗോയുടെ സീഡ്ലിംഗ് ആയ ഒരു വെറൈറ്റി ഇറക്കുന്നുണ്ട്. അടിപൊളി മാമ്പഴമാണ്. എല്ലാം അപ്രോച്ച് കഴിവതും ചെയ്യുകയാണ്. എന്നിട്ട് കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് ഇതിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം.